ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ രാവിലത്തെ വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. ദോശ ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നലെ തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് പുളിച്ച് പൊങ്ങി. ചില സമയത്ത് ഞാൻ അരച്ച് വെക്കുന്ന അങ്ങനെ പൊങ്ങാറില്ലേ. പിന്നെ 2 പാത്രം മെനക്കെടുത്തുണ്ടല്ലോ എന്നോർത്ത് മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചത്. പക്ഷേ ഇന്ന് എന്തായാലും നല്ലപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ദോശയൊക്കെ ആക്കി അരച്ചൊക്കെ വെക്കുന്ന ദോശ ഇച്ചിരി താമസിച്ച് എണീറ്റാലും കുഴപ്പമില്ല. എന്നാന്ന് വെച്ചാൽ പെട്ടെന്നൊരു ചമ്മന്തി അരച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആവുമല്ലോ. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര താമസമാണ്. ദോശയൊക്കെയാണ് എളുപ്പത്തിലാണ്. അപ്പോൾ ഇന്ന് മക്കൾക്ക് കൊടുത്തു വിടുന്നത് ദോശ തന്നെയാണ്. അവർ അധികം രാവിലത്തെ ഫുഡ് തന്നെയാണ് ഉച്ചക്കത്തേനും കൊണ്ടുപോകുന്നത്. ചോറ് കൊണ്ടുപോകത്തില്ല. കൊടുത്തു വിട്ടാൽ തന്നെ കളയും, കഴിക്കില്ല. അപ്പോൾ ചോറ് അങ്ങനെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോഴേ കൊടുത്തു വിടാറില്ലേ. പിന്നെ 2-3 ദിവസമായിട്ടൊരു പറവ അടുക്കളയിൽ കൂടെ ഇങ്ങനെ പറന്ന് നടപ്പുണ്ട്. അത് കാണുന്നുണ്ടെന്ന് തോന്നേ. പിന്നെ ഞാൻ വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഓംപ്ലേറ്റും, പിന്നെ ഉള്ളിച്ചട്നി ഉണ്ടാക്കി. പേര് വിട്ടുപോയതാ. ഉള്ളിച്ചട്നി ഉണ്ടാക്കി. ഉള്ളിച്ചട്നി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് വലിയ പണിയൊന്നുമില്ല. ഉള്ളി കൊത്തി അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് കാശ്മീരി ചില്ലിയും വെളിച്ചെണ്ണയും ഒഴിച്ച് ഉപ്പും കൂടി ഇട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്. അതും ഈ ചമ്മന്തിയും ഓംപ്ലേറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് രാവിലത്തെ കാര്യം ഓക്കെയാണേ. പിന്നെ ഉച്ചക്കത്തേനൊന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുക. അതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ, അതുകൊണ്ട് ഉച്ചക്കത്തേനൊന്നും ഉണ്ടാക്കുന്നില്ല. രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് മക്കളെ സ്കൂളിൽ വിട്ടിട്ട് പോവുകയാണേ. പിന്നെ എന്നാ പറയണ്ടേ, പിന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റേ കിഴങ്ങ് ഇന്ന് പൊട്ടിമുളച്ച് വരത്തില്ലേ, അത് ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയത്തില്ല. അത് എന്തായാലും മറ്റ് ചെടികൾ കിളുക്കുന്നതിനെക്കാട്ടും ഫാസ്റ്റായിട്ട് അത് കിളുത്തിട്ടുണ്ടേ. എനിക്കത് കണ്ടിട്ട് നല്ല രസം തോന്നിച്ചേ. ഇനിയിപ്പം നല്ലൊരു പോട്ടൊക്കെ മേടിച്ച് അത് നല്ല പോട്ടിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുന്നേ. ഞാനത് കാണിച്ചു തരാവേ. അടിപൊളിയായിട്ട് കിളുത്തും. എന്ത് ചെടി ഞാൻ വെച്ചാലും ഭയങ്കര സ്ലോയിലേ കിളുക്കാറുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, ഇതാണ് നല്ല ഫാസ്റ്റായിട്ട് കിളുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ